ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഈശ്വരകൃപയും എല്ലാ സുഖങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ, നമുക്ക് ഭജന ചൊല്ലണം. എന്തിനാ ഭജന ചൊല്ലുന്നത്? നമ്മുടെ മനസ്സിന് സന്തോഷം, ആനന്ദം, സമാധാനം, എല്ലാ ദുഃഖത്തിൽ നിന്നെല്ലാം അല്പസമയമെങ്കിലും നമുക്ക് ഭജന എപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ എപ്പോഴും പരമാനന്ദമാണ്. എന്നാലും ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നമ്മൾ ഭജന ചെയ്യുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ആനന്ദം ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ച് നേരം മനസ്സിന് വിശ്രമം കിട്ടും. ഏകാഗ്രമായിട്ട് ഭഗവാനെ ധ്യാനിക്കാനും അപ്പോഴും നമ്മുടെ അസുഖങ്ങളോ ഒന്നും നമ്മൾ അറിയത്തില്ല. അപ്പോൾ മനസ്സിലാക്കണം, എപ്പോഴും നിരന്തരമായി ഭഗവാനെ ധ്യാനിച്ചാൽ എന്ത് വരും? പിന്നെ അസുഖമേ വരത്തില്ല. എപ്പോഴും നമുക്ക് ആനന്ദമാണ്, ദുഃഖമില്ല. ദുഃഖമൊന്നും നമ്മുടെ മനസ്സിൽ പിന്നെ വരത്തില്ല, തോന്നത്തില്ല. എന്താ? അപ്പോഴെല്ലാം ഭഗവാനല്ലേ നമ്മുടെ ഉള്ളത്തിൽ. അതുകൊണ്ടാണ് എപ്പോഴും നിരന്തരമായി എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാനെ തന്നെ ധ്യാനിക്കണം എന്ന് പറയുന്നത്. എന്താ? ഇത് വിട്ടു മാറത്തില്ല. നമുക്ക് ഒരു അസുഖത്തിന് മരുന്ന് കഴിച്ചാൽ അതിൻ്റെ ഒരു നേരം കഴിക്കുന്നത് ഇത്ര മണിക്കൂറെന്നുണ്ട്. അത് കഴിയുമ്പോൾ അടുത്ത ഡോസ് കഴിക്കണം. അതുപോലെയാണ് മക്കളെ ഭഗവാൻ നമുക്ക് ഔഷധമാണ്. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ആനന്ദം അതെന്താ? ഒരു മരുന്നിനും ആനന്ദം വേറെ കിട്ടത്തില്ല. ഈ പരമാനന്ദം അനുഭവിക്കാൻ ഭഗവാന്റെ ഈ ഭാഗവതം എന്താ പറയുന്നത്? ഭഗവാൻ നാരായണൻ കൃഷ്ണൻ എന്താ നമുക്ക് തരുന്ന ഉപദേശം? ഇത് തന്നെയാണ് ഔഷധം. ഈ ഔഷധമാണ് ഭാഗവതം ഉടനീളവും. അതുതന്നെയാണ് ഭജനയും. ഭജന ഭഗവാനെ ആരാധിക്കും തോറും നമ്മൾ ഹൃദയം വെടുപ്പായി ശുദ്ധിയായി ഉള്ള അഴുക്കുകളെല്ലാം ഒഴുകിപ്പോയി നമുക്ക് ആനന്ദ നിർവൃതി ഉണ്ടാകും. പരമാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വസിക്കുമ്പോൾ ആനന്ദം അങ്ങനെ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും ഉൾക്കൊള്ളുകയും വേണം. എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ മക്കളാണ്. നമ്മൾ മനുഷ്യരെ തരംതിരിക്കുന്നു. ഒരുപാട് അറിവില്ലാത്തവർ നിങ്ങൾ വേറെ ഞങ്ങൾ വേറെ, നിങ്ങളുടെ മതം വേറെ ഞങ്ങളുടെ മതം വേറെ, ഞങ്ങളുടെ ദൈവം വേറെ നിങ്ങളുടെ ദൈവം വേറെ, അങ്ങനെ ഒന്നുമില്ല മക്കളെ. ഒരു ജാതിയും ഒരു മതവും ഒരു ദൈവമേ ഉള്ളൂ, മനുഷ്യമതം. അതിനകത്ത് ആണും പെണ്ണും രണ്ട് ജാതിയുണ്ട്, അല്ലാതെ മനുഷ്യൻ എല്ലാവരും ഒന്നാ. അത് ഉൾക്കൊള്ളണമെങ്കിൽ ഞാനിത് എങ്ങനെ മനസ്സിലാക്കി? എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ ആയിരുന്നു. എനിക്ക് അതുകൊണ്ട് എന്ത് വന്നു? ഭാഗവതത്തിനേക്കാൾ ഉപരി എനിക്ക് എന്താ പറയുക, ബൈബിൾ പഠിക്കാൻ പറ്റി. ഭാഗവതം എനിക്ക് പറഞ്ഞുതരാൻ ആളില്ലായിരുന്നല്ലോ, സ്വന്തമായിട്ട് പഠിച്ചെടുത്തു. പക്ഷേ ബൈബിളിനെ പറ്റി എനിക്ക് നന്നായി അറിയാം. കാരണം എൻ്റെ ഉള്ളം ഞാൻ അങ്ങനെ ആയതുകൊണ്ട്, അനുഭവം കൊണ്ട് ബൈബിൾ എന്താ പറയുന്നതെന്ന് എനിക്കറിയാം. അവിടെ ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ പള്ളിയിൽ എനിക്ക് നിവർത്തിയിലാഞ്ഞ് കിടന്ന് ഉരുണ്ട് എനിക്ക് പ്രാർത്ഥന വേണം. അതിനുവേണ്ടി ഞാൻ ഉരുണ്ടപ്പോൾ നമുക്ക് വിശപ്പ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ആഹാരം കഴിക്കും. പുറമേ നമുക്ക് നമ്മുടെ വയറ്റിന് വിശപ്പ് വന്നാൽ ആഹാരം കഴിക്കും. അത് ആര് തന്നാലും നമ്മുടെ മതവും ജാതിയും നോക്കിയിട്ടല്ലല്ലോ നമ്മൾ വഴിയെ പോകുമ്പോൾ വിശന്ന ഒരു കടയിൽ കയറി കാപ്പിയോ അല്ലെ ഊണോ നമ്മൾ കഴിക്കുക. അവിടെ ഇന്ന ജാതിയെന്നോ മതമോ നോക്കിയിട്ടാണോ? അതുപോലെ തന്നെ ആത്മാവിൽ വിശക്കുന്നത് ഏത് മതമായാലും നല്ലതാണോ, നല്ല ആഹാരമാണോ നമ്മൾ തിരക്കും. നല്ല ആഹാരമാണെങ്കിൽ നമ്മൾ പോയി കഴിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? വിശന്നാലും വേണ്ടിയില്ല, കിട്ടുന്നിടത്ത് നല്ലിടത്ത് കിട്ടിയാൽ മതി നമ്മൾ ചിന്തിക്കും. ഇതുപോലെ നല്ല ആഹാരം, നല്ല ഭജന, നല്ല പ്രവാചകന്മാർ നന്നായി ഉപദേശങ്ങൾ തരുന്നത് നന്മയാണോ? അത് നമ്മൾ സ്വീകരിക്കണം. ഏത് മതമോ ആയിക്കൊള്ളട്ടെ. നമ്മുടെ വിശപ്പിന് പറ്റിയ ആഹാരം നമുക്ക് കണ്ടാൽ നമ്മൾ എവിടെ കയറിയും ആഹാരം കഴിച്ചോണം. അത് വിട്ടുകളയരുത്, അത് രുചികരമാണ്. അങ്ങനെ എനിക്ക് ബൈബിളിനെ പറ്റി യഥാർത്ഥമായി പഠിക്കാനും ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും ഒന്നാണെന്നും എല്ലാം പിതാവിൻ്റെ മക്കൾ തന്നെയല്ല, അവിടെ വേറെ ഒന്നും തന്നെ ഇല്ലയെന്നും എല്ലാം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ അതുകൊണ്ടാണ്. ഞാനിന്ന് ഹൈന്ദവരുടെ ഗ്രന്ഥം മാത്രം വായിച്ച് പഠിച്ചിട്ട് ഈ എൻ്റെ അച്ഛനും അമ്മയും അല്ലാതെ മറ്റൊരാൾ പറഞ്ഞു തരുമോ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കല്ലേ, പള്ളിയാണേ, അവിടെ കർത്താവാണേ, അവർ ക്രിസ്ത്യാനി വേറെയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ നമ്മുടെ ഉള്ളത്തിൽ അങ്ങനെ നിറഞ്ഞിരിക്കും. അത് ആരുടെയും കുഴപ്പമല്ല, നമ്മുടെ ഹൃദയത്തിൽ തട്ടിപ്പോയി, അത് മാറ്റാൻ പറ്റത്തില്ല. അത് വേരൂന്നിപ്പോയി. മറ്റൊരു വേറെയാണ്, നമ്മൾ വേറെ. നമ്മളും അങ്ങനെ വേരൂന്നാതെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഈ ബൈബിളും ഖുറാനും ഒക്കെ എടുത്ത് വെച്ച് പഠിച്ചാൽ എന്ത് വരും? സർവ്വതും പരമാത്മന സന്തതികളാണ്. അവിടെ ഉച്ച നീചത്വം ഒന്നുമില്ല, ജാതി വിവേചനമില്ല, മതം മാറ്റം ഒന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഇപ്പം വള്ളിക്കാലമ്മ എത്രയോ കോടി ജനങ്ങളാണ് അമ്മയുടെ അടുക്കെ. ഇപ്പം വേണമെങ്കിൽ അമൃതാനന്ദമയി എന്ന് പറഞ്ഞ് മതം മാറ്റി ഈ ജനങ്ങൾക്ക് അങ്ങനെ ആക്കാം. പക്ഷേ ആക്കിയാലും പ്രവൃത്തി എന്താണ്? ഭഗവാൻ കൃഷ്ണൻ തന്ന ആ വചനങ്ങൾ തന്നെയാണ് അവിടെയും പ്രവർത്തിക്കുന്നത്. പിന്നെ അവിടെ പ്രത്യേകിച്ച് എന്തുണ്ടാക്കാനാ? എല്ലാവരും പറയുന്നത് ഭാഗവതത്തിലെ എന്താ ഉപദേശം അത് തന്നെയാണ് ബൈബിളിലും എല്ലാം. ഇത് തന്നെയാണ് ഭഗവാനാ കൃഷ്ണനാ നേരത്തെ ഈ ഗ്രന്ഥം ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ വന്നവരെല്ലാം നന്മ കൊയ്യുന്നു. പക്ഷെ എന്താ?
ചുവട് ഇത് തന്നെയാണ്. അപ്പം നമുക്ക് മനസ്സിലാവും, നമ്മുടെ ഭാഗവതം തന്നെയല്ല ബൈബിളും ഖുറാനും എല്ലാം തന്മ അത് തന്നെയല്ലേ. പക്ഷെ അവർ ചെയ്യുന്ന ഒരു തെറ്റെന്ന് നമുക്ക് തോന്നുന്നെന്താ, അവർ പിതാവായ ദൈവത്തെ അള്ളാഹു എന്ന് മാത്രമേ ചിന്തിക്കൂ. മറ്റ് ഉപദൈവങ്ങളായിട്ട് ഇവിടെ അവതാരം എടുത്തവരൊക്കെ അവർക്കത് വേണ്ട. അതാണ് ഏറ്റവും നല്ലത്. നമ്മളും അങ്ങനെയാണ്. യഥാർത്ഥ ഒരു ഭക്തൻ കുട്ടിനാളിലെ പഠിച്ച് വരുമ്പോൾ പിന്നെ പടങ്ങളൊന്നും വേണ്ട, ചിത്രങ്ങൾ വേണ്ട, ആകാരം അതായത് ശരീരമൊന്നും വേണ്ട, ഭഗവാന്റെ വിഗ്രഹമൊന്നും വേണ്ട. ആ ഭഗവാന്റെ ചൈതന്യമാണ് അള്ളാഹു. ആ അള്ളാഹു നമ്മുടെ ഉള്ളത്തിൽ, അല്ലെങ്കിൽ യഹോവ അതായത് ഓം പരബ്രഹ്മം, അത് നമ്മുടെ ഉള്ളത്തിലായി കഴിഞ്ഞാൽ നമുക്കും വേണ്ട. പിന്നെ നമ്മളങ്ങനെ ആയി കഴിയണം. അപ്പോൾ നമുക്കും യഹോവ എന്ന് പറഞ്ഞാലും പരബ്രഹ്മം എന്ന് പറഞ്ഞാലും അള്ളാഹു എന്ന് പറഞ്ഞാൽ എല്ലാം ഏകമാ. അവരും തെറ്റ് ചെയ്യുന്നില്ല, അവരും ഇത് തന്നെ പ്രാർത്ഥിക്കുക. പക്ഷേ കർത്താവ് ഒരു ഉപദേശം കൊടുക്കാൻ ഗുരുവായി വന്നതുകൊണ്ട് ആ വഴി അവർ സ്വീകരിക്കുന്നു. ആ വഴി ഭാഗവതം തന്നെയാണ് ആ വഴിയും. പിന്നെ ഒന്നുകൂടെ അതിനകത്ത് എടുത്ത് ചെയ്തത് എന്താ കർത്താവ് ചെയ്തത്? ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി കർത്താവായ യേശു തമ്പുരാൻ ജീവൻ വരെ ബലി കഴിപ്പിച്ചു. അങ്ങനെ ഒരു പ്രവാചകന്മാരും ചെയ്തിട്ടില്ല. ഗുരുദേവനോ മറ്റാരും മറ്റ് സഹോദരങ്ങളെ നന്നാക്കി എടുക്കണം, എൻ്റെ സഹോദരങ്ങളാണ്, അവർക്കൂടെ എൻ്റെ അടുക്കൽ വാസം കൊടുക്കണം. ഞാൻ പിതാവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഈ ശിഷ്യന്മാരായ ഇവരും അവിടെ വരണം. അത് കർത്താവിന് അത്ര വെമ്പലും വേദനയും ഉള്ളതുകൊണ്ട് അവിടെ എന്തും സഹിച്ച് കുരിശി തറച്ച് രക്തം ചിന്തി ചാട്ടവാറിന് അടികൊണ്ട് ഇതെല്ലാം ആർക്ക് വേണ്ടിയാ? ഈ ശിഷ്യന്മാരായ നമുക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ അവരെല്ലാം അവിടെ ചേർത്ത് അവിടെ കർത്താവിനൊരു മതം അങ്ങ് ആക്കി. കാര്യം എന്തുവാ? ഒന്നുമില്ല. എല്ലാം പ്രവൃത്തി ഇതെല്ലാം ഒന്നേ ഉള്ളൂ. ഈശ്വരൻ ഏകനാണെന്ന് നമുക്ക് മനസ്സിലാകുന്നതും ഇതെല്ലാം എല്ലാ മക്കളും അവിടുത്തെ സന്തതികളാണെന്നും എല്ലാം നമ്മളെങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ ഈ ഗ്രന്ഥങ്ങളെല്ലാം നമ്മൾ ഇതെടുത്ത് വായിച്ച് പഠിച്ചിട്ട് അതായി തീരുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളത്തിൽ ഈ അജ്ഞാനം മാറത്തില്ല. അജ്ഞാനം മാറിയില്ലെങ്കിൽ എന്ത് വരുമെന്നറിയാമോ? ഞാൻ വേറെ നീ വേറെ രണ്ടെന്നുള്ള ചിന്ത. രണ്ടുള്ളെങ്കിൽ അദ്വൈതം ആവത്തില്ല. ഉള്ളത്തിൽ അദ്വൈതം വരണം. എല്ലാം ഏകമാന്നുള്ള മനസ്സ് തൃപ്തികരമായി വന്നെങ്കിലേ ഈശ്വര കൃപ വരത്തുള്ളൂ. നമ്മുടെ ഉള്ളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്ത്യാനിയുടെ കാര്യം ചിന്തിച്ചിട്ട് അത് വേറൊരു മതമെന്ന് ഉള്ളത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതോറും എങ്ങനെ ഉള്ള ശുദ്ധിയാവും? ശുദ്ധി എല്ലാം വരണ്ടേ? ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും ഏക ദൈവമാണെന്നും ഇതെല്ലാം നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ വാതോരാതെ ഞാൻ പറയുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങണം. എന്നാലും മതി. എന്നാലും ഒന്നുകൂടെ ഉറപ്പ് വരുത്താൻ ബൈബിള് പഠിക്കുമ്പോൾ എല്ലാ ഗ്രന്ഥങ്ങളും വായിച്ച് പഠിക്കണം. നല്ല നല്ല മഹാത്മാക്കളെല്ലാം ഏത് മതങ്ങളുടെയും ആ ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിച്ചിട്ടാ മഹാത്മാക്കളായത്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾക്കും അങ്ങനെ ഈശ്വരനെ യഥാർത്ഥമായി അങ്ങനെ നമ്മൾ അറിയുന്നത്. ഈശ്വരൻ എന്താണ്, നമ്മൾ ഓരോരുത്തരും ആരാകുന്നു, ഈ പരമാത്മാവ് നമ്മൾ തന്നെ ഉള്ളിൽ വസിക്കുന്നതാണെന്നും സർവ്വത്തിലും അകവും പുറവും നിറഞ്ഞിരിക്കുകയെന്ന് ഗുരുദേവൻ എന്താ പറഞ്ഞത്? ഭാഗവതം ഉടനീളം ഇതെല്ലാം പഠിച്ചു. ബൈബിളും എല്ലാം ഭഗവാൻ ഗുരുദേവൻ പഠിച്ചിട്ടാണ് ഇങ്ങനെ ആയത്. ഒരു ജാതി ഒരു മതം പഠിച്ചത് ഇതിൽ കൂടിയാണ്, അല്ല ജന്മനാ വരത്തില്ല. എല്ലാ ഗ്രന്ഥങ്ങളും പഠിച്ച് മനസ്സിലാക്കി ഒഴുകിയെത്തി അനുഭവത്തിൽ കൂടി വന്നു. നമ്മൾ അനുഭവമാണ് നമ്മുടെ ഗുരു. അപ്പം അങ്ങനെ നമ്മളും അതുപോലെ ആകണം. ഗുരുദേവനെ പോലെയോ കർത്താവിനെ പോലെയോ ഭഗവാൻ കൃഷ്ണനെ പോലെയോ ഒക്കെ നമ്മൾ ആകണമെങ്കിൽ എന്ത് വരണം? ഏതായാലും മതി, നമ്മളെല്ലാം അറിയണം. അപ്പോൾ നമുക്ക് അജ്ഞാനം നമ്മുടെ അകത്ത് നമ്മുടെ ഉള്ളത്തിലിരിക്കുന്ന ആ വേണ്ടാത്ത ചിന്തകൾ, രണ്ടെന്നുള്ള ചിന്ത, ഞാനെന്നും നീ എന്നുള്ള ചിന്ത അങ്ങനെ മാറും. നമ്മുടെ അയൽവാസി പല മതക്കാരായിരിക്കും. അവരെ നമ്മെപ്പോലെ കാണണമെങ്കിൽ നമ്മുടെ ഉള്ളത്തിൽ ഒട്ടും മാലിന്യം പാടില്ല. അതും ഭഗവാൻ പരമാത്മാവിൻ്റെ സന്തതി, ഇതും അത് തന്നെ, ഞാനും അത് തന്നെ. തത്വമസി എന്താണ്? ശബരിമലയിൽ എല്ലാവരും ഒന്നുപോലെ ചെല്ലുന്നത് തത്വമസി. അങ്ങനെ വന്നെങ്കിൽ നമ്മൾ തത്വമസിയായി മാറും. അവിടെ എല്ലാ മതക്കാർക്കും ചെല്ലാം, അവിടെ യാതൊരു വ്യത്യാസവും ഇല്ല. അങ്ങനെയായി നമ്മൾ ശബരിമല പോലെ ആകണം. നമ്മുടെ ഹൃദയത്തിൽ യാതൊരു മാലിന്യവും പാടില്ല. അപ്പോഴേ നമ്മളത് ആയി എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റൂ. അല്പം അജ്ഞാനം ഇരുന്നാൽ നമ്മളത് ആയിട്ടില്ല. ആവണമെന്നുണ്ടെങ്കിൽ തത്വമസി എന്ന് പറഞ്ഞാൽ അത് നീയാണു. സർവ്വതും നാം തന്നെ, എന്നിലിരിക്കുന്ന പരബ്രഹ്മം തന്നെയാണ് സർവ്വത്തിൽ. അപ്പം ഇതോ ഏതെന്ന് പറഞ്ഞാൽ അതെല്ലാം എന്നിലിരിക്കുന്ന ഞാനായവൻ തന്നെയാണെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും അതും ഇതും എല്ലാം നാം തന്നെ. ഇത് പറഞ്ഞു തരാതെയും അറിയാതെ ഇരുന്നാൽ എൻ്റെ മക്കൾ എങ്ങനെ മനസ്സിലാക്കും? അതുകൊണ്ട് ഞാൻ ഇതൊന്ന് പറഞ്ഞതാണ്. എനിക്ക് നാമം ചെല്ലാൻ സമയം പോയെങ്കിലും എനിക്കിപ്പോൾ ഇങ്ങനെ അങ്ങ് തോന്നി. അത് പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ അങ്ങോട്ടങ്ങ് പോയതാ. നമുക്ക് നാമം ചെല്ലാം 11 പ്രാവശ്യം. ഞാൻ കണക്ക് അങ്ങനെ എണ്ണുന്നില്ല, എങ്കിലും മക്കളെല്ലാം
ഒരു കണക്ക് പോലെ വേണമെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം സമയം എടുക്കുക അത്രത്തോളം നല്ലതാണ്. ഇപ്പോൾ ഹരേ രാമ എന്നോ ഓം നമോ നാരായണ എന്നോ അല്ലെങ്കിൽ അമ്മേ നാരായണ ഇതൊക്കെ ചെല്ലുമ്പോൾ 1:11 അല്ലെങ്കിൽ 21 അല്ലെങ്കിൽ 108 ഇങ്ങനെ എത്രത്തോളം വേണമെങ്കിൽ അതെല്ലാം കണക്കില്ലാതെ ചൊല്ലിയാൽ കണക്കല്ലാത്ത കൃപ നമുക്ക് കിട്ടും. നമ്മൾ എത്രത്തോളം ചൊല്ലുന്നു അതാണ്. എന്നാൽ ചിലരിങ്ങനെ ഒരു കണക്ക് വെച്ച് ചെല്ലുന്നുണ്ട്. കണക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എന്തുവരും, ആ കണക്കിലേക്ക് ശ്രദ്ധിക്കും. അപ്പോൾ ഭഗവാനിലോട്ട് കൃപ എങ്ങനെ കിട്ടും? ഈശ്വരനെ മാത്രം ശ്രദ്ധിക്കണം. കണക്ക് എത്രയായാലും ചിന്തിക്കുമ്പോൾ ആ നാമത്തിന് ശക്തിയുണ്ടോ? അതുകൊണ്ട് ഞാനിതിപ്പം പറഞ്ഞു തരുന്നതല്ലാണ്ട് ഞാനിപ്പം കണക്ക് എണ്ണുന്നില്ല. എനിക്ക് അല്ലാതെ ചൊല്ലുന്ന ഇഷ്ടം. 10 വട്ടമായാലും 8 വട്ടമായാലും 1 വട്ടമായാലും ചൊല്ലുന്ന ചൊല്ലമായിരിക്കണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കണക്കൊന്നും വേണ്ട. ചിലർ ഇങ്ങനെ 11 വട്ടം 21 വട്ടം ഒക്കെ ഒരു കണക്കുണ്ട്, അങ്ങനെ ചൊല്ലുന്ന കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരുപാട് നാൾ ചൊല്ലി വരുമ്പോൾ നമ്മൾ തനിയെ കൈ തന്നെ അങ്ങ് വന്നോളും. മനസ്സ് പിന്നെ ശ്രദ്ധ ഈശ്വരനെ തന്നെ വരും. എങ്കിലും ആദ്യമേ തന്നെ ഇങ്ങനെ തുടങ്ങുമ്പോൾ അത് ശ്രദ്ധ എത്ര ആയോ തെറ്റിപ്പോയോ എന്തോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. അതിനേക്കാൾ നല്ലത് കണക്കെണ്ണാതെ ചൊല്ലുന്നല്ലേ. നമുക്ക് ഹരേ രാമെന്നോ എന്തെങ്കിലും കുറച്ച് നേരം ചൊല്ലാം. ഭഗവാന്റെ നാമങ്ങൾ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എനിക്ക് ഒന്ന് 7 വട്ട ചൊല്ലിയെന്ന്. നമുക്ക് എത്ര വേണേലും സമയമുള്ളതൊക്കെ ചൊല്ലാം മക്കളെ. അമ്മേ നാരായണ ചൊല്ലാം, അമ്മയെ പറ്റി. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ, 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 അമ്മേ നാരായണ ദേവി നാരായണ ഭദ്രേ നാരായണ ലക്ഷ്മി നാരായണ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. മക്കളെ, ഞാൻ എഴുതിയ ഭജി മനമേ, നമ്മൾ മനസ്സോട് നമ്മുടെ മനമേ ഹൃദയത്തോട് മനസ്സിനോട് പറയുക, ഭഗവാനെ എപ്പോഴും സ്തുതിക്കുക, ഭജിക്കുക. നമ്മളങ്ങനെ ഭജി മനമേ എന്നൊരു നാമം ഞാൻ എഴുതുക തന്നെയാണ്. അത് നമുക്ക് ചൊല്ലാം. എനിക്ക് തൊണ്ടമ്പലുണ്ട്, ഞാൻ വിചാരിക്കണത് ചൊല്ലാൻ പറ്റത്തില്ല, എന്നാലും എനിക്ക് ചൊല്ലണമല്ലോ. ഭജി മനമേ
ഗോപാലം ശ്രീനന്ദകുമാരം ഭജി ഭജി മനമേ ഗോപാലം ശ്രീനന്ദകുമാരം കായാമ്പൂവിൻ കായവിലാസം പീതവസന വനമാലി കായാമ്പൂവിൻ കായവിലാസം പീതവസന വനമാലി ഭജി ഭജി മനമേ ഗോപാലം ലോകൈകനാഥം വൈകുണ്ഠപുരവാസം ലോകൈകനാഥം വൈകുണ്ഠപുരവാസം ശ്രീമഹാവിഷ്ണു അനന്തശയനം ശ്രീമഹാവിഷ്ണു അനന്തശയനം ലോകൈകനാഥം വൈകുണ്ഠപുരവാസം ലോകൈകനാഥം വൈകുണ്ഠപുരവാസം ശ്രീമഹാവിഷ്ണു അനന്തശയനം ശ്രീമഹാവിഷ്ണു അനന്തശയനം ഭജി ഭജി മനമേ ഗോപാലം ശ്രീനന്ദകുമാരം ഭജി ഭജി മനമേ ഗോപാലം കാളിയമർദ്ദനം കംസാദി നിഗ്രഹം കാളിയമർദ്ദനം കംസാദി നിഗ്രഹം സുരമുനിവന്ദിതം മാനവരക്ഷിതം കാളിയമർദ്ദനം കംസാദി നിഗ്രഹം സുരമുനിവന്ദിതം മാനവരക്ഷിതം നാരദമുനിവര സേവിത വന്ദിതം നാരദ മുനിവര സേവിത വന്ദിതം ഗോപീജനമന ഗോപകുമാരം ഗോപീജനമന ഗോപകുമാരം കാളിയമർദ്ദനം കംസാദി നിഗ്രഹം കാളിയമർദ്ദനം കംസാദി നിഗ്രഹം സുരമുനിവന്ദിതം മാനവരക്ഷിതം നാരദമുനിവര സേവിത വന്ദിതം നാരദ മുനിവര സേവിത വന്ദിതം ഗോപീജനമന ഗോപകുമാരം ഗോപീജനമന ഗോപകുമാരം ഭജി ഭജി മനമേ ഗോപാലം ശ്രീനന്ദകുമാരം ഭജി ഭജി മനമേ ഗോപാലം ശ്രീനന്ദകുമാരം കായാമ്പൂവിൻ കായവിലാസം പീതവസന വനമാലി കായാമ്പൂവിൻ കായവിലാസം പീതവസന വനമാലി ഭജി ഭജി മനമേ ഗോപാലം. ഗോപാലൻ ഭഗവാൻ കൃഷ്ണൻ ഗോക്കളെ മേയ്ക്കുന്നതുകൊണ്ട് ഗോക്കളുടെ പാലൻ, പാലിക്കുന്നവൻ, പശുക്കളെ രക്ഷിക്കുന്നവൻ. നമ്മളെല്ലാം ഗോക്കളാ മക്കളെ.
ആട്ടിടയനായിട്ട് വന്ന് കർത്താവ് എന്താ ആട്ടിടയൻ, ആടുകളുടെ രക്ഷകൻ. മനുഷ്യരെല്ലാം ആടുകളാണ്. ഭഗവാൻ കൃഷ്ണൻ നമ്മളെല്ലാം നായകനാണ്, നമ്മളെ രക്ഷിക്കുന്ന ഭഗവാനാണ്. അതിനാണ് ഗോപാലൻ. നമ്മളെല്ലാം പശുക്കൾ ആരാ? നമ്മളെ പോലുള്ളതല്ലേ. ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള നന്ദകുമാരനെ ഭജിക്കൂ, നന്ദഗോപരുടെ മകനായ ഗോപാലനെ ഭജിക്കൂ. കായാമ്പൂവിൻ്റെ വർണ്ണത്തോടുകൂടി കായം ശരീരത്തിൻ്റെ ശോഭ, കായവിലാസം, കായം ശരീരം, കായാമ്പൂവിൻ്റെ നിറത്തോടുകൂടിയ കായം ശരീരശോഭയുള്ള ഭഗവാനെ, പീതവസനമെടുത്ത വനമാല അണിഞ്ഞ ഭഗവാനെ ധ്യാനിക്കൂ, ഭജിക്കൂ. ലോകൈകനാഥനായിരിക്കുന്ന ഭഗവാനും വൈകുണ്ഠപുരവാസിയാണ് ഭഗവാൻ. മഹാവിഷ്ണു അനന്തശയനനാണ്. അനന്തനിൽ ശയിക്കുന്ന ഭഗവാനെ ഭജിക്കൂ. കാളിയമർദ്ദനം, കാളിനെ മർദ്ദിച്ചു, കാളിൻ്റെ ഭണത്തിലെ നൃത്തം ചെയ്തു മർദ്ദിച്ചു. കംസനെ നിഗ്രഹിച്ചു. കംസാദി നിഗ്രഹം. ആദി വെച്ചാൽ കംസനെ പോലുള്ള ദുഷ്ടന്മാരെ ഒക്കെയാണ് അന്ന് കംസ ആദി എന്ന് പറയും. അങ്ങനെ ഒരുപാട് പൂതന മുതലായി ഒത്തിരി അസുരന്മാരെല്ലാം നിഗ്രഹിച്ച ഭഗവാൻ. സുരന്മാരും മുനിമാരെല്ലാം വന്ദിക്കുന്ന ഭഗവാൻ. മാനവരക്ഷിത മനുഷ്യരായിട്ടുള്ള നമ്മളെല്ലാവരെയും മാനവരെ രക്ഷിക്കുന്ന ഭഗവാൻ. നാരദ മുനിവര സേവിതം, നാരദമുനി മുനിമാരും എല്ലാം സേവിക്കുന്ന ഭഗവാനെ എല്ലാവരും വന്ദിക്കുന്നു. അത് നാരദ മുനിവര സേവിത വന്ദിതം ഗോപീജനമന. എന്താ നമ്മളെപ്പോലുള്ള ഗോപികളെ എല്ലായിടം മനം കവരുന്ന ഭഗവാൻ. ഗോപീജനമന, ഗോപികമാരുടെ എല്ലാം മനസ്സിനെ ഭഗവാൻ ഉള്ളിലാക്കി അവരെല്ലാം കവർന്നെടുത്തു, ആകർഷിച്ചു, ഭക്തന്മാരാക്കി ബ്രഹ്മാനന്ദത്തിൽ ലയിപ്പിച്ച ഭഗവാൻ. ഭക്തന്മാരായ അവിടെ വൃന്ദാവനത്തിലുള്ള സർവ്വ ഭക്തന്മാരും ഗോപികളെയൊക്കെ ഭഗവാൻ അവിടെ ഉള്ളത്തിൽ ഭഗവാൻ വസിക്കുന്നു. എന്താ കാരണം? ഭഗവാൻ തന്നെ ലയിക്കുന്നവർ ബ്രഹ്മാനന്ദത്തിൽ ലയിച്ച് വനക്രീഡ, ജലക്രീഡ, ഇങ്ങനെയുള്ള നല്ല നല്ല ക്രീഡകളിൽ കൂടി ഭഗവാന്റെ ലീലകളാണല്ല. ലീല എന്ന് വെച്ചാൽ ഭഗവാന്റെ കളികളാണ്. ഈ കളികളിൽ കൂടി ഭഗവാൻ ബ്രഹ്മാനന്ദം ലയിപ്പിച്ചു ഈ ഭക്തന്മാരെ, ഈ ഗോപികളെയും എല്ലാവരെയും. അങ്ങനെയുള്ള ഭഗവാനെ നമ്മളെല്ലാവരും ഭാര്യ മനമേ, ഇതാണ് ഈ നാമം. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു നാമമാണ്. എൻ്റെ ഭഗവാൻ എന്നെ കൊണ്ട് എഴുതിച്ച് ഞാനിത് ഒരു 45 വയസ്സ് തൊട്ടൊക്കെ ഇതൊക്കെ ചൊല്ലും. അന്നെനിക്ക് എപ്പോഴും എനിക്കിതൊക്കെയായിരുന്നു എൻ്റെ എന്താ പറയുക, അതൊന്നും പറഞ്ഞാലൊന്നും ഒക്കുന്നൊരു കാര്യമേ അല്ല. അങ്ങനെ ഒത്തിരി നാമങ്ങളുണ്ട്. എല്ലാം ചൊല്ലാൻ എളുപ്പമല്ല. നമുക്കിനി വേറെ നാമം ചൊല്ലാം. നമുക്ക് അതുപോലെ ഒരു നാമമാണ് ഗോപികമാരുടെ മാനസചോരൻ. മനസ്സിനെ കവർന്ന ചോരൻ എന്ന് വെച്ചാൽ കള്ളൻ. എന്ത് കട്ടു? നമ്മളെപ്പോലുള്ള ഭക്തജനങ്ങളായി ഈ ഗോപികളെയൊക്കെ മനസ്സിനെ കവർന്നെടുത്തു. അങ്ങനെ കമനീയ ആനനനാണ് ഭഗവാന്റെ കമനീയ സുന്ദരമായ മുഖത്തോടുകൂടിയ ഭഗവാൻ, സുന്ദര നയനം. ഇതൊക്കെ കണ്ട ഗോപികളും അതുപോലെ ഭഗവാനെ ആകർഷിക്കുമല്ലോ. ഭഗവാൻ അവരുടെ മനസ്സിനെ കവർന്നു. അവരും ഭഗവാന്റെ സൗന്ദര്യവും ആ കണ്ണും ആ ശോഭയും എല്ലാം കണ്ട് അവരും ഭഗവാൻ ലയിച്ചു. പീലികൾ തിരികെ രത്ന കിരീടം, അത് കണ്ടാലോ എത്ര ശോഭയാ ഭഗവാന്റെ കിരീടം. താമരക്കണ്ണ മുകിൽ വർണ്ണ. അപ്പോൾ അങ്ങനെയുള്ളൊരു നാമമാണ്. ഇതൊക്കെ ഒരുപാട് നാളായതാണ് എഴുതിയിട്ട്. എൻ കണ്ണനെ മണിവർണ്ണനെ, ഇതൊക്കെ ഒരുപാട് നാളുകളായി. എനിക്കിതൊക്കെ പഴയ പെണ്ണും ചൊല്ലാതിരിക്കുക. നമുക്കതൊക്കെ ചൊല്ലണം, എല്ലാം ചൊല്ലണം. ഭഗവാനെ ഭജിക്കുന്ന അതും എത്രയോ നാളിന് മുമ്പ് എഴുതിയ നാമങ്ങളാണ്. നിന്തിരു തവ പദം കുമ്പിടുന്നീൻ മണിവർണ്ണനി. നിൻതിരു തവ പദം, ഭഗവാന്റെ തന്നെ ആ പാദം നമ്മൾ കുമ്പിടുന്നു. നിന്തിരു തവ പദം കുമ്പിടുന്നീൻ മണിവർണ്ണനി കാർവർണ്ണനി മുകിൽ വർണ്ണനി. നിന്തിരു തവ പദം കുമ്പിടുന്നീൻ മണിവർണ്ണനി മുകിൽ വർണ്ണനി കാർവർണ്ണനി. പീലികൾ തിരുകിയ രത്നകിരീടം താമര കണ്ണ മുകിൽ വർണ്ണ. പീലികൾ തിരുകിയ രത്നകിരീടം കാരുളി വർണ്ണ മുകിൽ വർണ്ണ. പീലികൾ തിരുകിയ രത്നകിരീടം താമര കണ്ണ മുകിൽ വർണ്ണ. നിന്തിരു തവ പദം കുമ്പിടുന്നീൻ മണിവർണ്ണനി കാർവർണ്ണനി മുകിൽ വർണ്ണനി. ഗോപികമാരുടെ മാനസചോര കമനീയാനന സുന്ദര നയന. ഗോപികമാരുടെ മാനസചോര കമനീയാനന സുന്ദര നയന. നിന്തിരു തവ പദം കുമ്പിടുന്നീൻ മണിവർണ്ണനി മുകിൽ വർണ്ണനി കാർവർണ്ണനി. നിന്തിരു തവ പദം കുമ്പിടുന്നീൻ മണിവർണ്ണനി കാർവർണ്ണനി മുകിൽ വർണ്ണനി.
ഗോവർദ്ധനഗിരി കുടയായി നിർത്തിയ ഗോപകുമാര കാർവർണ്ണ. ഗോവർദ്ധനഗിരി കുടയായി നിർത്തിയ ഗോപകുമാര കാർവർണ്ണ. നിന്തിരു തവ പദം കുമ്പിടുന്നേൻ മണിവർണ്ണനി കാർവർണ്ണനി മുകിൽ വർണ്ണനി. ഗോപികമാരുടെ മാനസചോര കമനീയാനന സുന്ദര നയന. ഗോപികമാരുടെ മാനസചോര കമനീയാനന സുന്ദര നയന. നിന്തിരു തവ പദം കുമ്പിടുന്നേൻ മണിവർണ്ണൻ കാർവർണ്ണനി മുകിൽ വർണ്ണനി. പീലികൾ തിരുകിയ രത്നകിരീടം താമര കണ്ണ മുകിൽ വർണ്ണ. പീലികൾ തിരുകിയ രത്നകിരീടം താമര കണ്ണ മുകിൽ വർണ്ണ. നിന്തിരു തവ പദം കുമ്പിടുന്നേൻ മണിവർണ്ണനി കാർവർണ്ണനി മുകിൽ വർണ്ണനി. നമുക്ക് ഒരു നാമം കൂടെ ചൊല്ലാം മക്കളെ. കാലികളെ പശുക്കളെയൊക്കെ മേയ്ക്കുന്ന ഭഗവാൻ കണ്ണൻ. എന്നിട്ട് എന്താ ഗോപസ്ത്രീകളുടെ മനസ്സിനെ അതൊക്കെ ഇത് തന്നെയാണ്. എല്ലാം പാട്ടൊക്കെ ഇതൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ കാലികളെ ഭഗവാൻ ഇങ്ങനെ മേയ്ക്കുമ്പോഴാണല്ലോ എല്ലാവരുടെ ഒത്തുകൂടുന്ന ഈ ഭക്തമക്കളും കുട്ടിയും പലതും ചെറുതുമായ. അപ്പോൾ ഗോപസ്ത്രീകളുടെയൊക്കെ മനസ്സിനെല്ലാം കവർന്ന ഭഗവാൻ വൃന്ദാവനത്തിലെ ഈ നന്ദകുമാരൻ കാളിയമർദ്ദ ഭഗവാനെ വരാൻ വൈകുന്നേരമായിട്ട് താമസിച്ചപ്പോൾ അമ്മ തിരക്കി എന്താ കണ്ണൻ വരാത്തത് അവരോടുള്ള തോഴിമാരോട് ചോദിച്ചു എന്താ ഭഗവാൻ വരാത്തത്. അങ്ങനെ അവരുടെ മനസ്സിൽ ചില അന്തരീക്ഷങ്ങളൊക്കെ എതിരെ കണ്ടു. ചില ദുർനിമിത്തങ്ങളെ കണ്ടപ്പോൾ അവരുടെ മനസ്സ് ചിന്തിച്ചതുപോലെ തന്നെ ഭഗവാൻ തിരക്കി പോകുമ്പോൾ കാളിൽ ചുറ്റിക്കിടക്കുക നദിയിൽ. അപ്പോൾ കാളിയമർദ്ദനൻ കംസനെ വധിച്ച ഭഗവാൻ ഇതൊക്കെ ആ ഭാഗവത്തിൽ കിടക്കുന്നതാണ് മക്കളെ. നമുക്ക് അത് ചൊല്ലാം. പിന്നെയോ ബാലസ്ത്രീയുടെ തുകില് ഒക്കെ വാരി എല്ലാം കൂടെ നദിയിൽ കുളിച്ചുകൊണ്ട് പിള്ളേരുടെ എല്ലാം വസ്ത്രങ്ങൾ ഭഗവാൻ എടുത്ത് വൃക്ഷത്തിൻ്റെ മുകളിൽ കയറി അവിടെ ഇരുന്നു കൊമ്പത്ത്. അപ്പോൾ ശീലക്കേടുകളൊക്കെ പറഞ്ഞും ഭാവിച്ചൊക്കെ നിന്ന് കുട്ടികൾ ചോദിച്ച് കണ്ണാ തരൂ നലിച്ചത് ഞാൻ പിതാവിനോട് നന്ദഗോപുരത്ത് പറയും. എനിക്ക് പറഞ്ഞാൽ ഒന്നുമില്ല, അച്ഛനറിഞ്ഞാൽ എനിക്കൊരു ഛേദവും ഇല്ല എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ ചെയ്തത് ശരിയല്ലല്ലോ, നദിയിൽ ഇങ്ങനെ വസ്ത്രമില്ലാതെ കുളിക്കുന്നത് അത് അത് നിന്ദിച്ചതല്ലേ നദിയെ. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ശിക്ഷ എന്താ അനുഭവിക്കേണ്ടത്, നിങ്ങൾ വസ്ത്രമില്ലാതെ തന്നെ കയറി വരണം, രണ്ട് കൈയും കൂപ്പി തന്നെ വരണം, കൈ പൊത്തി വെച്ച് വന്നുകൂടാ. അത് ഭാഗത്ത് നമ്മൾ വായിച്ചതാ. അതുകൊണ്ട് ഇതൊക്കെ ഓർത്തൊരു നാമം എഴുതുന്നുള്ളത്. അന്ന് എനിക്ക് ഇത്രയ്ക്കൊന്നും ഭാഗത്തെ പറ്റിയൊന്നും അറിഞ്ഞൂടെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ എഴുതണമെന്നൊക്കെ തോന്നി. അതൊക്കെ തോന്നുന്ന നാളായി. ഇതിന് ട്യൂണൊക്കെ തന്നെ ഞാൻ മറന്നു പോയിട്ടുണ്ട്. കാരണം ഒത്തിരി നാളായി ഇതൊക്കെ ചൊല്ലിയിട്ട്. നമുക്കത് ചൊല്ലാം. കാലികളെ മേയ്ക്കും കണ്ണൻ ഗോപസ്ത്രീകളുടെ മാനസചോരൻ. കാലികളെ മേയ്ക്കും കണ്ണൻ ഗോപസ്ത്രീകളുടെ മാനസചോരൻ. വൃന്ദാവനത്തിലെ നന്ദകുമാരൻ, വൃന്ദാവനത്തിലെ നന്ദകുമാരൻ. കാളിയമർദ്ദനൻ കംസാന്തകൻ, കാളിയമർദ്ദനൻ കംസാന്തകൻ. വൃന്ദാവനത്തിലെ നന്ദകുമാരൻ, കാളിയമർദ്ദനൻ കംസാന്തകൻ. കാലികളെ മേയ്ക്കും കണ്ണൻ ഗോപസ്ത്രീകളുടെ മാനസചോരൻ. കാലികളെ മേയ്ക്കും കണ്ണൻ ഗോപസ്ത്രീകളുടെ മാനസചോരൻ. ബാലസ്ത്രീകളുടെ തുകിലും വാരിക്കൊണ്ടരയാലൻ കൊമ്പത്തിരുന്നവൻ. ബാലസ്ത്രീകളുടെ തുകിലും വാരിക്കൊണ്ടരയാലൻ കൊമ്പത്തിരുന്നവൻ. ശീലക്കേടുകൾ പറഞ്ഞും ഭാഷിച്ചും മല്ലാക്ഷിമാരുമായി നിന്നവൻ. ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചും മല്ലാക്ഷിമാരുമായി നിന്നവൻ. കാലികളെ മേയ്ക്കും കണ്ണൻ ഗോപസ്ത്രീകളുടെ മാനസചോരൻ. കാലികളെ മേയ്ക്കും കണ്ണൻ ഗോപസ്ത്രീകളുടെ മാനസചോരൻ. വൃന്ദാവനത്തിലെ ഗോപകുമാരൻ, വൃന്ദാവനത്തിലെ ഗോപകുമാരൻ. ഗോപികൾക്കിഷ്ടം കൊടുപ്പവൻ, ദുഷ്ടക്കൂട്ടരെയൊക്കെ മുടിപ്പവൻ. വൃന്ദാവനത്തിലെ ഗോപകുമാരൻ,
ഗോപികൾക്ക് ഇഷ്ടം കൊടുപ്പവൻ, ദുഷ്ടക്കൂട്ടരെയൊക്കെ മുടിപ്പവൻ. വൃന്ദാവനത്തിലെ ഗോപികൾക്കെല്ലാം ഭഗവാന്റെ ഭക്തർക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതെല്ലാം കൊടുക്കും. നമുക്കും ഭഗവാന്റെ ഇഷ്ടം നേടണം, നമുക്കും എന്തെല്ലാം വേണം അതെല്ലാം ഭഗവാൻ തരും. ഗോപികൾക്കുള്ള ഇഷ്ടം കൊടുത്ത ഭഗവാൻ. അപ്പോൾ എന്താ കാരണം? നല്ല നിർമ്മലമായ ശുദ്ധമായ ഹൃദയമുള്ള കുട്ടികളാണ് അവർക്ക് വലിയ വലിയ അറിവൊന്നുമില്ല, പക്ഷെ ഭഗവാനെ അത്ര ഇഷ്ടമാണ്. അവിടെ ഹൃദയവും ശുദ്ധമാണ്, നല്ല നിർമ്മലമായ ഹൃദയമാണ്. അതുകൊണ്ട് ഭഗവാൻ അവർക്കെല്ലാം ഇഷ്ടം കൊടുത്തു. ഇന്നലെ ദുഷ്ടക്കൂട്ടരെ എന്ത് ചെയ്തു? മുടിപ്പിച്ചു. കംസനെ പോലുള്ള ദുഷ്ടരെല്ലാം ഭഗവാൻ ബാധിച്ചു. വൃന്ദാവനത്തിലെ ഗോപകുമാരൻ, ഗോപികൾക്ക് ഇഷ്ടം കൊടുപ്പവൻ, ദുഷ്ടക്കൂട്ടരെയൊക്കെ മുടിപ്പവൻ. കാലികളെ കാലികളെ ഓഹോയ് കാലികളെ മേയ്ക്കും കണ്ണൻ, ഗോപസ്ത്രീകളുടെ മാനസചോരൻ. കാലികളെ മേയ്ക്കും കണ്ണൻ, ഗോപസ്ത്രീകളുടെ മാനസചോരൻ. അതിനകത്ത് രണ്ട് ശബ്ദം ഇട്ടത് എൻ്റേതായ ഒരു ശബ്ദമാണ്. അത് ഭാഗവത്തിലൊന്നുമില്ല. കാരണം ഭഗവാൻ ആയാലും ആരായാലും പശുക്കളെയും കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഹോയ് ഹോയ് അങ്ങോട്ട് പോവാ, പശുവിനെ അടിക്കുന്നത് എങ്ങനെയാണ്? ഇന്ന വഴിയെ പോകണം, ഹൈ 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 ഹോയ് എന്ന് പറയത്തില്ല. അതുകൊണ്ട് കാലികളെ കാലികളെ ഹോയ് ഹോയ് കാലികളെ മേയ്ക്ക്. അത് എൻ്റേതായൊരു ഇഷ്ടമാണ് മക്കളെ. അത് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിച്ചുകളാ. എൻ്റെ സന്തോഷം കൊണ്ട് അങ്ങനെ ചെയ്തതാണ്. എല്ലാ ഭാഗത്തിൽ അതില്ല. എനിക്ക് ഭഗവാനോട് എത്രമാത്രം ഇഷ്ടം, അതുകൊണ്ട് എൻ്റെ ഭഗവാന്റെ ഇഷ്ടമാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്തു. നമുക്കിനി ഇത്രയും മതിയല്ലോ. ഇനി നമുക്ക് സമർപ്പിക്കാം. അല്ലെങ്കിൽ രണ്ട് വരി എന്താ വളരണം കണ്ണാവിടെ ചൊല്ലണം. വളരണം കണ്ണാ എനിക്കു വളരണം കണ്ണാ, വളർന്ന് വളർന്ന് വളർന്നു നല്ലൊരു വൻമരമാകണം, ഒരു പൊന്മരമാകണം, ഒരു നന്മരമാകണം. വളരണം കണ്ണാ എനിക്കു വളരണം കണ്ണാ, വളർന്നു 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 നല്ലൊരു വൻമരമാകണം, ഒരു പൊന്മരമാകണം, ഒരു നന്മരമാകണം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി ജദ്യൽ സകലം പരസ്മൈ നാരായണായേ നിധി സമർപ്പയാമി. ഓം നാരായണായേ നിധി സമർപ്പയാമി. ഓം നാരായണായേ നിധി സമർപ്പയാമി.